ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആവശ്യമില്ല. അത് മാത്രമല്ല അതിന് വെറും 3 ചേരുവകൾ മാത്രം മതി. ആദ്യം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. ഇനി പുഡിങ്ങിന് മെയിനായിട്ട് വേണ്ടത് കൊള്ളിയാണ്, ചിലടത്ത് കപ്പ എന്നൊക്കെ പറയും. അപ്പോൾ ഇതുപോലത്തെ 2 വലിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ട തേങ്ങാപ്പാൽ, 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ 3 ചേരുവകൾ മാത്രം മതി നമുക്ക് ഈസി പുഡിങ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഏലക്ക വേണം, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി മിക്സിങ് ജാറിൽ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശർക്കര ഉരുക്കിയത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക. ഞാനിതിൽ ഏലക്കായ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ പാത്രം എണ്ണ കൊണ്ട് എല്ലാ ഭാഗത്തും തടവി കൊടുക്കണം. ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുക. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും സെറ്റാവാൻ വെക്കണം. അതല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതലും നിങ്ങൾ നോക്കിയിട്ട് സെറ്റായിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായി തണുത്ത ശേഷം കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് സൈഡ് വരുത്തി കൊടുക്കുക. ഇതിൽ അടിയിൽ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക വാഴയുടെ ഇല ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ കമിഴ്ത്തിയാൽ തന്നെ വേഗം കിട്ടും. ഞാനതിൽ വെക്കാത്ത കാരണം ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതൊരു ഹൽവയുടെ ഒക്കെ ഒരു ടെക്സ്ചറാണ്, അല്ലെങ്കിൽ ജെല്ലിയുടെ ഒക്കെ ഒരു ടെക്സ്ചറാണ് എനിക്ക് കിട്ടുക. ഇത് അപ്പോൾ തന്നെ ചൂട് കൊടുക്കാനും കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് തണുത്തിട്ടും കഴിക്കുക. അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക.